ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ നടന്നത് കള്ളപ്പണ ഇടപാട്. പിന്നിൽ പ്രവർത്തിച്ചവരെ പൂട്ടാൻ ശബരിമലയിലേക്ക് ഇഡി എത്തുന്നു. ആരെക്കൊണ്ടും തടയാനാകില്ല. സംസ്ഥാന സർക്കാർ വേണ്ട എന്ന് പറഞ്ഞാലും ഇഡി എത്തും. നടന്നത് കള്ളപ്പണ ഇടപാടാണ്. കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നാൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടും. അയ്യപ്പനെ വിറ്റ് കാശാക്കിയവരെ കൊണ്ട് അയ്യപ്പൻ പിച്ചച്ചട്ടി എടുപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടാകുന്നത്. ശബരിമലയിൽ ശുദ്ധികലശത്തിന് കേന്ദ്ര ഏജൻസികൾ എത്തുന്നു. ഇനി ശബരിമല കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രധാന പ്രതി അടക്കമുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടിയും ഉടൻ ഉണ്ടാകും. SIT പ്രതി ചേർത്ത എല്ലാവരെയും പ്രതികൾ ആക്കിയാണ് കൊച്ചി യൂണിറ്റിൽ ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ED അന്വേഷണം. ഏറ്റവും ഒടുവിൽ SIT അറസ്റ്റ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവരും ED പ്രതിപട്ടികയിലുണ്ട്. 2019 സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ നടപാട് നടന്നതിലാണ് അന്വേഷണമെങ്കിലും 2025 വരെയുള്ള വിഷയങ്ങൾ EDയുടെ അന്വേഷണ പരിധിയിൽ വരും. അതേസമയം കഴിഞ്ഞ ദിവസം തന്ത്രിയും അറസ്റ്റ് ചെയ്തു. ഇതോടെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇനി ആര് എന്നതിൽ ആകാംക്ഷ ഉയരുകയാണ്. ഉന്നതരായ ചിലരെ ഇനിയും പിടിയിലാക്കാനുണ്ട് എന്ന് SIT പറയുന്നു. തന്ത്രിയെ ചോദ്യം ചെയ്തതോടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചു. ഇനി കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുമെന്നാണ് SIT പറയുന്നത്. സ്വർണ്ണപ്പാളികൾ കടത്തിയത് എവിടേക്കാണ് എന്നതടക്കം ഇനി വേണം കണ്ടെത്താൻ. ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും സംശയത്തിന്റെ നിഴലിലാണ്. ചോദ്യം ചെയ്യലിൽ SITയുടെ ചോദ്യങ്ങളൊക്കെ കടകംപള്ളി നിഷേധിച്ചിരുന്നു. മൊഴിയിലെ വിവരങ്ങൾ SIT പരിശോധിക്കുകയാണ്. വൈരുദ്ധ്യം കണ്ടെത്തുകയാണെങ്കിൽ കടകംപള്ളിക്കും കുരുക്കുമുറുകും. ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസിനെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്നാണ് വിവരങ്ങൾ. 2025 സ്വർണം പൂശാൻ അനുമതി നൽകിയ അന്നത്തെ പ്രസിഡന്റ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നും സൂചനയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ SIT ഒരുങ്ങുന്നു. തന്ത്രിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. അതേസമയം സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണം നടത്താൻ തന്ത്രിയുടെ വീട്ടിലും മറ്റിടങ്ങളിലും അന്വേഷണ സംഘം പരിശോധിക്കും. നേരത്തെ കണ്ഠരര് രാജീവർക്ക് എതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര കുറ്റകൃത്യങ്ങൾ SIT കണ്ടെത്തിയിരുന്നു. തന്ത്രി ആചാര ലംഘനം നടത്തി ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നും SIT വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും സ്പോൺസറാക്കി നിയമിക്കാൻ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയതും കണ്ഠരര് രാജീവരാണെന്ന് SIT കണ്ടെത്തി. പോറ്റിക്ക് ദ്വാരപാലക ശില്പത്തിന്റെ പാളിയിൽ സ്വർണം പൂശാനുള്ള അനുമതി നൽകിയത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടായിരുന്നു. പോറ്റി നടത്തിയ ഇടപെടലുകൾക്കെല്ലാം തന്ത്രിയുടെ മൗനാനുവാദമുണ്ടായിരുന്നു. സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയാണ് പാളികൾ കൊണ്ടുപോയത് എന്ന് നേരത്തെ തന്നെ കണ്ഠരര് രാജീവർ അറിഞ്ഞിരുന്നു. എന്നിട്ടും പാളികൾ കൊണ്ടുപോകുന്നതിനെ എതിർക്കാൻ തന്ത്രി ശ്രമിച്ചില്ല എന്നാണ് SITയുടെ കണ്ടെത്തൽ. ദേവസ്വം മാനുവലിൽ പറയുന്നത് പ്രകാരം തന്ത്രി എന്നാൽ ക്ഷേത്ര ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. കട്ടളപ്പാളി കൊണ്ടുപോയത് അനുമതിയോടെ അല്ല എങ്കിൽ ദേവസ്വം ബോർഡിനെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നും SITയുടെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയാണ് തന്ത്രിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. ജാമ്യാപേക്ഷ 13 കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. കേസിൽ 13ാം പ്രതിയാണ് തന്ത്രി. തനിക്ക് വൈദ്യസഹായം നൽകണം എന്ന തന്ത്രിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. പ്രമേഹവും കൊളസ്ട്രോളും ഉണ്ട് എന്നാണ് തന്ത്രി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.